കണ്ണൂർ കീഴറയിൽ ഇന്ന് വെളുപ്പിന് 2 മണിക്ക് ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടായി. ഒരു വീടിൻ്റെ 2ാം നിലയിലാണ് സ്ഫോടനം നടന്നത്. ഒരു മനുഷ്യ ശരീരം സ്ഫോടനത്തിൽ കൂടെ ചിന്നിച്ചിതറി പരിസരത്തെല്ലാം വിതറിയെ കിടക്കുന്നത് കണ്ടു. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി ഒരു 2 മണിക്കാണ് ഈ ഉഗ്ര സ്ഫോടനം ഉണ്ടായത്. 5 കിലോമീറ്റർ അകലെ ഈ ശബ്ദം കേട്ടു. ഈ സ്ഫോടനം നടന്ന വീട് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു. ഒരു പെൺകുട്ടിക്ക് പരിക്കുണ്ട്. ഇതുകൂടാതെ ഒരു 10 പേർക്ക് പരിക്കുണ്ടായിട്ട് പറയുന്നു. അതിനടുത്ത് തളാപ്പിൽ ഇന്നലെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അതുകൊണ്ട് മിക്കവാറുമുള്ള അതിൻ്റെ പരിസരത്തുള്ളവരെല്ലാം ക്ഷേത്രത്തിൽ പോയിരുന്നു. വീട്ടിലെ താഴത്തെ നിലയിലുള്ള അംഗങ്ങളും പോയി നിൽക്കാം എന്ന് കരുതുന്നു. എന്നാലും 2ാം നിലയിലാണ് ഈ ഉഗ്ര സ്ഫോടനം ഉണ്ടായത്. പടക്ക നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ ശേഖരിച്ച് വെച്ചെടുത്താണ് സ്ഫോടനം ഉണ്ടായത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പണിപ്പുരയിലായിരുന്ന ഒരാളുടെ ആയിരിക്കണം സ്ഫോടനത്തിലൂടെ ഡെഡ് ബോഡി അവിടെ പല കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചിതറി ആ വീടും പരിസരത്തും കിടപ്പുണ്ട്. വീട് നിശേഷം തകരുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ചീളുകൾ ഒരു 100-150 മീറ്റർ അകലം വരെ ഈ സ്ഫോടനത്തിൽ നിന്നുള്ള ചീളുകൾ പോയി തറച്ചിട്ടുണ്ട്. 2016 മാർച്ച് 23 പൊടിക്കുണ്ടിലെ ഒരു വീട്ടിൽ ഇതുപോലെ ഒരു സ്ഫോടനം ഉണ്ടായി. 15ഓളം വീടുകൾ അന്ന് തകർന്നു പോയി. 30ഓളം വീടുകൾ ഭാഗികമായിട്ട് തകർന്നു. അലവിൽ സ്വദേശിയായ അനൂപ് എന്ന് പറഞ്ഞ ആളാണ് അന്ന് ആ കേസിനകത്ത് ഉൾപ്പെട്ടത്. 2016 സ്ഫോടനത്തിൻ്റെ പിന്നിൽ ഇയാളായിരുന്നു. ഇന്നലെ രാത്രി നടന്ന സ്ഫോടനത്തിൻ്റെ പിന്നിൽ ഇയാൾ തന്നെ. ഇയാളാണ് പടക്ക നിർമ്മാണ സാധനങ്ങൾ, സാമഗ്രികൾ വീട് വാടകയ്ക്കെടുത്ത് മുകളിൽ സൂക്ഷിച്ചു വെച്ചത്. ഈ സംഭവത്തിന് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അനൂപ് എന്ന് പറയുന്ന ആൾ 2016 9 വർഷം മുമ്പ് മാർച്ച് 21 ഒരു സ്ഫോടനം ഉണ്ടായപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് 15ഓളം വീടുകൾ തകർന്നു. ആ വീട് തകർന്നവർക്കൊക്കെ 1 വർഷം കഴിഞ്ഞ ശേഷമേ വീടിന് ചില സാമ്പത്തികമായ സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിച്ചുള്ളൂ. കാരണം അവർ 30ഓളം വീടുകൾ ആ വീടുകൾ പല ഭാഗത്തും ആ വീടിന് ക്ഷതമേറ്റിട്ടെങ്കിലും അതൊക്കെ അവരവർ തന്നെ നന്നാക്കേണ്ട ഗതികേടിലിരിക്കുവാണ്. ഇതുപോലെ അനധികൃതമായി സ്ഫോടനം വസ്തുക്കളെ സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഈ അനൂപ് എന്ന് പറഞ്ഞ ആളെ 2016 കേസിൽ നിന്ന് ശിക്ഷിപ്പിക്കാനോ പോലീസിന് കഴിഞ്ഞില്ല. അയാൾ യഥേഷ്ടം വിഹരിക്കുകയാണ്. അയാൾ തന്നെയാണ് ഇപ്പം ഈ ഒരു സമയത്തും ഈ വീടിൻ്റെ മുകളിലും വാടകയ്ക്ക് ആ കെട്ടിടമെടുത്ത് അവിടെ ഈ പടക്കം അതുപോലെ വെടിമരുന്ന് ഇതെല്ലാം സൂക്ഷിച്ചിരുന്നു. ഇയാളുടെ ഒരു കാറ് മുൻവശത്ത് കിടന്ന് അത് ഛിന്ന ഭിന്നമായി പോയി എന്നാണ് പറയുന്നത്. കാരണം സ്ഫോടനത്തിൻ്റെ ഉഗ്ര ശേഷി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പടക്ക സാമഗ്രികൾ സൂക്ഷിക്കുന്ന പ്രതികൾക്ക് അറിയിക്കുന്ന ലൈസൻസ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. നിയമവിരുദ്ധമാകാനാണ് സാധ്യത. 2016 അത് തന്നെ ഉണ്ടായിരുന്നു. പേരിന് എവിടെയെങ്കിലും ഒരു സ്റ്റോർ ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒരു ലൈസൻസ് ഒപ്പിച്ചിട്ട് അതിൻ്റെ മറവിൽ അതിന് അനുമതിയില്ലാതെ പല വീടുകളിലും ഇങ്ങനെ സ്ഫോടന സാധനങ്ങൾ സൂക്ഷിക്കുന്ന പതിവ് ഇവർക്കൊക്കെ ഉണ്ട്. 2016 മാർച്ച് 20 പൊടിക്കുണ്ടിലെ ആ ഒരു സംഭവം അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അയാൾ തന്നെയാണ് ഈ സ്ഫോടനത്തിൻ്റെ പിന്നിൽ. ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റു. കണ്ണൂർ കീഴറയിൽ വാടക വീട്ടിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ആ വാടക വീടിൻ്റെ ഉടമസ്ഥൻ എവിടെ പോയി എന്നറിയില്ല. അയാൾ വാടകയ്ക്ക് കൊടുത്ത സ്ഥലത്താണ് ഈ പടക്ക നിർമ്മാണത്തിന് അയാൾ സ്റ്റോർ ആയിട്ട് ഉപയോഗിക്കാൻ കാരണം അതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നവർ സൂക്ഷിക്കണം. കാരണം ഇതുപോലെ ഒരു സംഭവം ഉണ്ടായ വാടകയ്ക്ക് കൊടുത്ത ആൾക്കാരും ആ കേസിലെ പ്രതിയാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഒരാൾക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്താൽ അതിൻ്റെ ഉത്തരവാദിത്തം തീർന്നെന്ന് വിചാരിക്കരുത്. അത് പിന്നെ വാടകക്കാരനാണ് ആ വീട് ഉപയോഗിക്കുന്ന എന്ത് പർപ്പസ് എന്ന് ആ ഉടമസ്ഥൻ അറിയണം. വാടകക്കാരൻ എന്താണ് അവിടെ ചെയ്യുന്നത്. എനിക്കറിയില്ല, ഞാൻ വാടകയ്ക്ക് കൊടുത്തുള്ള കാശ് വാങ്ങുമെന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നത് നല്ലതല്ല. കാരണം പ്രതിയാകും. ഈ കേസിനകത്ത് തീർച്ചയായിട്ടും ഇയാളുടെ ആ വീട് വാടകയ്ക്ക് കൊടുത്ത ആളും പ്രതിയാകും. കാരണം അതങ്ങനെ കൊടുക്കാൻ പാടില്ല.
കാരണം എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, അവിടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അവർ പോയി, ഫ്ലാറ്റാണ്, അവിടെ പ്രോസ്റ്റിറ്റ്യൂഷനായിരുന്നു, അവിടെ റെയ്ഡ് ചെയ്ത് പോലീസ് പിടിച്ചു. ഉടമസ്ഥനെ കൂടെ പ്രതിയാക്കേണ്ടി വരും. അറിയില്ല, ഞാൻ വാടകയ്ക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒക്കില്ല. ഇവിടെ അത് തന്നെ നടന്നത്. ഇവിടെ ഏതായാലും ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം വരുമെന്ന് നമുക്കറിയില്ല. എങ്കിലും ആൾ ഒളിവിലാണെന്ന് തോന്നുന്നു. അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാളെ അനൂപ് എന്ന അലവിക്കാരൻ അനൂപിനെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം. അയാൾക്ക് നേരത്തെയുള്ള കേസ് എന്താണെന്ന് അതിൻ്റെ സ്ഥിതിവിശേഷം എന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, സീനിയർ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം. ആ കേസിന് എന്ത് പറ്റി, അത് ട്രയൽ സ്റ്റേജിലാണോ, ഇയാൾ ജാമ്യത്തിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആ കേസിലെ ജാമ്യവും ഇയാളെ റദ്ദാക്കണം ഈ പുതിയ സ്ഫോടനത്തോടു കൂടി. അതുകൊണ്ട് ആ രീതിയിൽ നിയമപരമായിട്ട് പോലീസ് നീങ്ങണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.